students. Today we are going to study a new chapter, modifying the slides. എങ്ങനെയാണ് സ്ലൈഡ്സിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം എന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പവർ പോയിന്റ് പ്രൊവൈഡ്സ് മെനി യൂസ്ഫുൾ ഫെസിലിറ്റീസ് യൂസിങ് വിച്ച് യു ക്യാൻ മോഡിഫൈ ദ സ്ലൈഡ്സ് ഓഫ് ദ പ്രസൻറ്റേഷൻ. പവർ പോയിന്റ് എന്ത് ചെയ്യാണ്, ഒരുപാട് യൂസ്ഫുൾ ഫെസിലിറ്റീസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മുടെ സ്ലൈഡ്സിനെ മോഡിഫൈ ചെയ്യാൻ, നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലൈഡ്സ് പ്രസൻറ്റേഷനെ മോഡിഫൈ ചെയ്യാനായിട്ട് പവർ പോയിന്റിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. In this lesson, we will mainly deal with editing features of PowerPoint. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ്, എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഓഫ് PowerPointലെ എഡിറ്റിംഗ് ഫീച്ചേഴ്സിനെയാണ് നോക്കാൻ പോകുന്നത്. ഓപ്പണിങ് ആൻഡ് എക്സിസ്റ്റിംഗ് ഫയൽ, എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷൻ. എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന പ്രസൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓപ്പണിംഗ് ആൻഡ് എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷൻ, നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രസൻറ്റേഷനെ എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം, കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. പെർഫോം ഫോളോയിങ് സ്റ്റെപ്സ് ടു ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷൻ. സെലക്ട് ഫയൽ ടാബ് ഫ്രം ദ ബാർ മെനു. When you do so, file menu as shown in figure will appear on the monitor screen. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ബാർ മെനുവിലെ ഫയൽ ടാബ് സെലക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഫിഗർ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഫയൽ മെനു സ്ക്രീനിൽ അപ്പിയർ ആയി വരും. വെൻ സെലക്ട് ഓപ്ഷൻ ഫ്രം ദ ഫയൽ മെനു, ആ ഫയൽ മെനുവിൽ ഏതാണ് ഓപ്പൺ എന്ന ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. When you do so, a dialog box as shown in figure B will appear on the monitor. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡയലോഗ് ബോക്സ് അപ്പിയർ ആയി വരും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ബാർ മെനുവിലെ ഫയൽ ടേബ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഓപ്പണായി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഫയൽ ടേബ് വരുമ്പോൾ അതിൽ നിന്നും നമ്മൾ എന്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം, ഓപ്പൺ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ഡയലോഗ് ബോക്സ് മോണിറ്റർ സ്ക്രീനിൽ അപ്പിയറായി വരും. വെൻ യു ഡു സെലക്ട്, അപ്പോൾ നമുക്കൊരു എന്ത് വരും, നമുക്കൊരു ഡയലോഗ് ബോക്സ് സ്ക്രീനിൽ അപ്പിയറായി വരും. സെലക്ട് ദ ഡ്രൈവ് ഫോൾഡർ ആൻഡ് ദ നെയിം ഓഫ് ദ ഫയൽ ദാറ്റ് യു വിഷ് ടു ഓപ്പൺ. നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഡ്രൈവ് ബട്ടൺ, നമ്മൾ ഏത് ഡ്രൈവിലാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമുക്ക് ഏതാണോ ഓപ്പൺ ചെയ്യുന്നത് ആ ഡ്രൈവ് എന്ത് ചെയ്താൽ സെലക്ട് ചെയ്ത് ഏത് ഫോൾഡറാണോ അല്ലെങ്കിൽ ഏത് നെയിമാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതെന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അറ്റ് ലാസ്റ്റ് ക്ലിക്ക് ദ മൗസ് ഓൺ ഓപ്പൺ ബട്ടൺ. നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തത്, ഇപ്പോൾ ഡ്രൈവ് സെലക്ട് ചെയ്യുക, ഇപ്പോൾ സിയിലാണെങ്കിൽ സിയിൽ കൊടുക്കുന്നത്, ഡിയിൽ അല്ലെങ്കിൽ ഇയിൽ നമ്മൾ കൊടുക്കും, ഏതാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരിക, നമുക്ക് ഒരു ഫോൾഡർ വരും. ആ ഫോൾഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫോൾഡറിൽ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ ഫയൽസും ഓപ്പണായി വരും. നമുക്ക് ഏത് ഫയലാണോ, ഇപ്പം നമ്മുടെ നെയിം, ഇപ്പം നമ്മൾ സ്റ്റുഡൻറ്റ് എന്നൊരു നെയിമാണ് കൊടുത്തിട്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റ് എന്ന നെയിം നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി, നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിരുന്ന പ്രോഗ്രാം നമുക്ക് എന്തായി വരും, പ്രസൻറ്റേഷൻ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അറ്റ് ലാസ്റ്റ് ക്ലിക്ക് ദ മൗസ് ഓൺ ഓപ്പൺ ബട്ടൺ, ഏതാണോ വേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത് കൊടുക്കുക. വെൻ യു ഡു സോ, ഫസ്റ്റ് സ്ലൈഡ് ഓഫ് ദ പ്രസൻറ്റേഷൻ വിൽ അപ്പിയർ വിത്തിൻ പവർ പോയിന്റ് വിൻഡോ. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ്, പ്രസൻറ്റേഷൻ്റെ ഫസ്റ്റ് സ്ലൈഡ് എന്ത് ചെയ്യും, പവർ പോയിന്റ് വിൻഡോയിൽ ഓപ്പൺ ആയിട്ട് വരും. ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ബാർ മെനുവിലെ ഫയൽ ടാബ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഫയൽ മെനുവിലുള്ള ഓപ്പൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു എന്താ വരുന്നത്, ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഏത് ഡ്രൈവാണോ വേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി, ഇ ആണെങ്കിൽ ഏത് ഡ്രൈവിലാണോ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് അത് ഓപ്പൺ ചെയ്ത് അതിൽ ഏത് ഫോൾഡറാണോ എന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ആ ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിം നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ലാസ്റ്റ് ക്ലിക്ക് ദ മൗസ് ഓൺ ദ ഓപ്പൺ ബട്ടൺ, ഏതാണോ വേണ്ടത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏത് പ്രസൻറ്റേഷനാണോ നമുക്ക് വേണ്ടത് നമുക്കത് കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ, സെലക്ടിങ് ടെക്സ്റ്റ്. എങ്ങനെയാണ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക? ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം നോക്കാം. ഫോർ സെലക്ടിങ് ദ ടെക്സ്റ്റ്, സിമ്പിൾ ഡ്രാഗ് ദ മൗസ് ഓൺ ദ ടെക്സ്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ബി സെലക്റ്റഡ്. എങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക? ജസ്റ്റ് നമ്മൾ മൗസ് യൂസ് ചെയ്ത് ഏത് ടെക്സ്റ്റാണോ വേണ്ടത്
അതിലൊന്ന് ഡ്രാഗ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, അത് നമുക്ക് സെലക്ട് ആയിട്ട് വരും. വെൻ യു ഡു സോ സെലക്ട് ടെക്സ്റ്റ് വിൽ ഗെറ്റ് ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മൗസ് എന്ന വേർഡാണ് വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൗസ് യൂസ് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് വരും. നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് വരുന്നത് നമുക്ക് എന്താണ്, ഹൈലൈറ്റ് ചെയ്ത് കാണാനും സാധിക്കും. ഇൻട്രൊഡക്ഷൻ ടു ഫോർമാറ്റ് ടൂൾ ബാർ. നമുക്ക് ഫോർമാറ്റ് ടൂൾ ബാർ എന്താണ് നമുക്ക് നോക്കാം. ടൂൾ ബാറിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻ പവർ പോയിൻറ്റ് ആൾ ഫോർമാറ്റിംഗ് ഓപ്പറേഷൻസ് ആർ ഡൺ യൂസിങ് ഫോർമാറ്റ് ടൂൾ ബാർ. പവർ പോയിൻറ്റിലെ എല്ലാ ഫോർമാറ്റിംഗ് ഓപ്പറേഷൻസ് നടക്കുന്നത് എവിടെയാണ്, ഫോർമാറ്റ് ടൂൾ ബാറിലാണ്. ഫോർ ടൂൾ ബാർ ഈസ് ഷോൺ ഹിയർ ഇൻ ഫിഗർ. ഇവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്, ഈ ടൈംസ് ന്യൂ റോമൻ എന്ന് എഴുതിയിരിക്കുന്നതാണ് ഫോണ്ട്. നമുക്ക് ഏത് വേണേലും കൊടുക്കാം. നമ്മളെന്താണ് കുറേ ഉണ്ട്, കലാബ്രിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫോണ്ട് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് കൊടുക്കാം. ഫോണ്ട് സൈസ് ഇപ്പോൾ നമുക്ക് എത്ര സൈസ് വേണം, ഇപ്പോൾ 11 വേണമെങ്കിൽ 11, 12 നമുക്ക് 1 ആണ്, ചെറുതിൽ നിന്ന് ചെറുത് കൊടുക്കാം, വലുതാണ് നമുക്ക് എത്രത്തോളം 100 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് സൈസ് നമുക്ക് കൂട്ടാം. അണ്ടർലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ടെക്സ്റ്റ് ചെയ്തിരിക്കുന്ന വേർഡ് നമുക്ക് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ അണ്ടർലൈൻ എന്ന് പറഞ്ഞത്. ലെഫ്റ്റ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ ഈ കൊടുക്കുന്നത് നമുക്ക് ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൊടുക്കാം. പിന്നെ നമുക്ക് സെൻറ്ററിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ സെൻറ്ററിൽ കൊടുക്കാം. റൈറ്റിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ്. ഇപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് തുടങ്ങുന്നത് നമുക്ക് എന്താണ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ്. നമുക്ക് സെൻറ്ററിൽ നിന്ന് തുടങ്ങുന്നത്, ഇപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ അത് സെൻറ്റർ അലൈൻമെൻറ്റ്. റൈറ്റിൽ നിന്നാണെങ്കിൽ റൈറ്റ് അലൈൻമെൻറ്റ് കൊടുക്കുക. എവിടെ നിന്നാണോ നമുക്ക് വേണ്ടത് ആ അലൈൻമെൻറ്റ് നമുക്ക് കൊടുക്കാം. നമ്പറിങ് നമ്മൾ കൊടുക്കുന്നത്, ഇപ്പോൾ നമുക്ക് ഒരു ആൻസർ ചെയ്തിട്ട് അത് നമ്പർ യൂസ് ചെയ്യും. ഇപ്പോൾ അതിന് തന്നെ സബായിട്ട് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, 1 2 3 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കില്ലേ, അത് നമ്മൾ നമ്പറിങ് കൊടുക്കാം. നമ്പറിങ് അല്ല, നമുക്ക് ബുള്ളറ്റ്സ് ആണ് വേണ്ടത്. നമ്മൾ സ്റ്റാർ പോലെയൊക്കെ കുറച്ച് സിമ്പിൾസ് കൊടുക്കും, അതിനെയാണ് നമ്മൾ ബുള്ളറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വേർഡ് ബോൾഡിലാക്കാൻ, കുറച്ചുകൂടെ നല്ല ബോൾഡായിട്ട് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബി എന്നുള്ള ലെറ്റർ യൂസ് ചെയ്യുന്നത്. യു അണ്ടർലൈൻ ആണ്. ഈ ഐ എന്ന് പറയുന്നത് ഇറ്റാലിക്സ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ഇറ്റാലിക്സിൽ കാണാൻ വേണ്ടിയാണ് ഈ ഐ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത്. നോട്ട് ദാറ്റ് ദ ഫോർമാറ്റ് ടൂൾ ബോർഡ് ഇസ് കളക്ഷൻ ഓഫ് മെനി ബട്ടൺസ്. ഈ ഫോർമാറ്റ് ടൂൾ ബോർഡിൽ എന്താണ്, മെനി കളക്ഷൻസ് ഉണ്ട്, മെനി ബട്ടൺ കളക്ഷൻ ഉണ്ട്, കണ്ടല്ലോ. ഈച്ച് ബട്ടൺ ഈസ് ഫോർ പെർഫോമിങ് എ സ്പെസിഫിക് ടാസ്ക്. ഓരോ ബട്ടൺസും എന്താണ്, അതിന് സ്പെസിഫിക് ടാസ്ക് ഉണ്ട്. ദീസ് ഫങ്ഷൻസ് ആർ എക്സ്പ്ലെയിൻഡ് ബിലോ. നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നോക്കാം. ചേഞ്ചിങ് ഫോണ്ട്, എങ്ങനെ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ നോക്കാം. പെർഫോം ദ ഫോളോയിങ് സ്റ്റെപ്സ് ഫോർ ചേഞ്ചിങ് ദ ഫോണ്ട് ഓഫ് എനി ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിൻ്റെ ഫോണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം. ഫോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്നത് കുറച്ച് നമ്മൾ കുറച്ച് ചരിഞ്ഞതോ അല്ലെങ്കിൽ ബോൾഡായിട്ടോ നമുക്ക് അങ്ങനെ ആ ഒരു ടൈപ്പിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് ഏതെങ്കിലും ചിലത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം, അടുത്തത് സ്മോൾ ലെറ്റർ ആയിരിക്കണം, അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. നമ്മുടെ കൊടുക്കുന്ന ഫോണ്ടിന് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സെലക്ട് ദ ടെക്സ്റ്റ് ഫോർ വിച്ച് ഫോണ്ട് ഹാസ് ബീൻ ചേഞ്ച്ഡ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ്, ഇതാണ് ഫോണ്ട്. ഓരോ ടൈംസ് ന്യൂ റോമൻ ഉണ്ട്, പിന്നെ എന്താണ് ബ്രീമൻ, BD, BT, ഏരിയൽ യൂണിക്കോഡ്, MS, അർഡാവാർക്ക്, എബെ എന്ന് കുറേ നമുക്ക് എന്താണ് ഫോർമാറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഏതാണോ വേണ്ടത് നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന മുമ്പ് നമ്മൾ ടെക്സ്റ്റ് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളെ നെയിമാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡ്രാഗ് യൂസ് ചെയ്ത് മൗസ് യൂസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സെലക്ട് ആവും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൗ ക്ലിക്ക് ദ മൗസ് ഓൺ ദ ഫോണ്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ബോക്സ് പ്രസൻറ്റ് ഇൻ ഫോർമാറ്റ് ടൂൾ ബാർ. ഫോർമാറ്റ് ടൂൾ ബാറിലെ ഫോണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കുറേ ലിസ്റ്റ് വരും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ എന്ത് ചെയ്യുക, നമുക്ക് ഏതാണോ ഫോർമാറ്റ് ടൂൾ ബാർ വരും. വെൻ യു ഡു സോ ഫോണ്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആസ് ഷോൺ ഹിയർ ഇൻ ഫിഗർ വിൽ അപ്പിയർ ഓൺ ദ മോണിറ്റർ സ്ക്രീൻ. നമ്മളങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഫോൺസ് വരും. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമുക്ക് കുറേ ഫോർമാറ്റ് കാണിക്കും. നൗ സെലക്ട് ദ ഡിസൈഡ് ഫോണ്ട് ബൈ ക്ലിക്കിംഗ് ദ മൗസ് ഓൺ ഇറ്റ്സ് നെയിം. ഏതാണോ വേണ്ടത്, ഇപ്പോൾ ടൈംസ് ന്യൂ റോമൻ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നമുക്ക് ഏതാണോ വേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ സേ ദ ടെക്സ്റ്റ് ദാറ്റ് യു ഹാവ് സെലക്റ്റഡ് ഇൻ റിട്ടൺ ടൈംസ് ന്യൂ റോമൻ ഫോണ്ട്. ഇപ്പോൾ എന്താണ് നിങ്ങൾ സെലക്ട് ചെയ്തത് ടൈംസ് ന്യൂ റോമൻ എന്ന ഫോണ്ടാണ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ
നൗ ഇഫ് യു സെലക്ട് ഏരിയൽ യൂണിക്കോഡ് MS ഫോണ്ട് ദ സെലക്ടഡ് ടെക്സ്റ്റ് വിൽ ബി ഗെറ്റ് ചേഞ്ച്. നിങ്ങളിപ്പോൾ ഒരു ടൈംസ് ന്യൂ റോമനിലാണ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഫോണ്ട് യൂസ് ചെയ്താണ് നിങ്ങളെ നെയിം ടൈപ്പ് ചെയ്ത് വച്ചിരിക്കുന്നത് വിചാരിക്കുക. നിങ്ങൾക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നൗ ഇഫ് യു സെലക്ട് ഏരിയൽ യൂണിക്കോഡ് MS ഫോണ്ട് ഇൻ ദ സെലക്ടഡ് ടെക്സ്റ്റ് വിൽ ഗെറ്റ് ചേഞ്ച്ഡ് ഫ്രം ടൈംസ് ന്യൂ റോമൻ ഫ്രം ഫോണ്ട് ടു ഏരിയൽ ഫോണ്ട്. ഏതാണ് നമ്മുടെ ടൈംസ് ന്യൂ റോമനിൽ നിന്ന് നമുക്ക് ഏതിലും മാറും, ഏരിയൽ യൂണിക്കോഡ് MS വേർഡിലോട്ട് നമുക്ക് എന്ത് ചെയ്യും, ചേഞ്ച് ആയി കൊടുക്കും. ഇത് കണ്ടോ, ടൈംസ് റോമനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് ചെയ്ത് ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോൺസ് ആർ ഇലിസ്ട്രേറ്റഡ് ഹിയർ. ഇവിടെ നമ്മൾ ഓരോന്നും ഫസ്റ്റ് വൺ നമ്മൾ ടൈംസ് ന്യൂ റോമനിൽ കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് വൺ ഏരിയൽ ഫോണ്ടിൽ കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് വൺ ഏരിയൽ ബ്ലാക്ക് ഫോണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ വേണോ, ഏത് രീതിയിൽ ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ സെലക്ട് ചെയ്ത് ഏതൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തും നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് എന്ത് ചെയ്യാം, നമുക്ക് സെലക്ട് ചെയ്ത് കാണിക്കാം, ചേഞ്ച് ചെയ്ത് കാണിക്കാം. ഓക്കെ, താങ്ക് യു.